Good afternoon. Good afternoon, Miss. Okay. Good afternoon, Miss. Good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്താ നിങ്ങളുടെ ചെയ്താ ചെയ്തായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഒരു 15,000 രൂപയ്ക്ക് നിങ്ങളോട് ഞാൻ PF PF അല്ല ESI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടിയ നിങ്ങൾക്ക്? എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ 487.5. കറക്റ്റ് ആണ്. പിന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടിയ? എംപ്ലോയിയുടെ 112.5. ഓക്കെ, കറക്റ്റ് ആണ്. ടോട്ടൽ നമുക്ക് 600 കിട്ടും അല്ലേ? നമുക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. 15,000 രൂപയുടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 21,000 രൂപയ്ക്ക് താഴെ ഏത് സംഖ്യ വെച്ചാലും നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോ നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നോക്കാം. എല്ലാം അൺമ്യൂട്ട് ചെയ്യാനേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ CGHS വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? CGHS എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു 1954 അല്ലെ? അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സും ആണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന, നമുക്കല്ല, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും എന്താ പറയാ പെൻഷനേഴ്സിനും എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? വായിച്ചത് നോക്കിയോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. എന്താണ് CGHS കാർഡ്? ഇപ്പൊ നമ്മുടെ കേരളത്തില് മെഡിസെപ്പ് കാർഡ്, നിങ്ങൾ മെഡിസെപ്പ് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ കേരള ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും കൊടുക്കുന്നതാണ് മെഡിസെപ്പ് കാർഡ്. അപ്പൊ ഈ മെഡിസെപ്പ് ഉള്ളവർക്ക് മെഡിസെപ്പിന്റെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CGHS ആനുകൂല്യങ്ങൾ ഉള്ളവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? CGHS കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാർഡിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. നോക്കാം. The Government of India provides all CGHS beneficiaries and their dependents with a photo ID plastic card called a CGHS card കേട്ടോ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി. വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേണ്ട കേട്ടോ. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ CGHS എന്താണ് ബെനിഫിഷ്യറീസിനായിട്ട് അവരുടെ ഫോട്ടോ അഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്, അതായത് നമ്മൾ CGHS കാർഡ് എന്നാണ് പറയാ, അത് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. CGHS കാർഡ് അവർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇറ്റ് കണ്ടെയ്ൻസ് എ യുണീക്ക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു UHID പോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്പർ ഉണ്ട് ഈ CGHS കാർഡിനകത്ത്. Which is an individual must show to CGHS facilities at any point കേട്ടോ. അപ്പൊ അവർ ഈ പറയുന്ന CGHS ഫെസിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഈ കാർഡ് വേണം, ഈ കാർഡ് കൊണ്ടുപോകണമെങ്കിൽ, ഈ കാർഡ് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന CGHS ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. ഇനി ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ this card is white with a varying colored stripe at the top that represent the card holders status കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈ കാർഡ് എന്ന് പറഞ്ഞ ബേസിക്കലി ഒരു വൈറ്റ് കളർ കാർഡാണ്. ഈ കാർഡിന്റെ മുകളിൽ അതിന് പിക്ചർ കാണിച്ചു കേട്ടോ. അതിന്റെ മുകളിലായിട്ട് പല കളറിലുള്ള സ്ട്രൈപ്പുകൾ ഉണ്ട്. അപ്പൊ ആ സ്ട്രൈപ്പിന്റെ കളർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ നോക്കുന്നത്. സ്ട്രൈപ്പിന്റെ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് ആണ്. ആ കാർഡ് ഹോൾഡർ ആരാണ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ആണ് ആ സ്ട്രൈപ്പിന്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അത് നിങ്ങൾ പഠിക്കണം. ആ കളറിന്റെ സ്ട്രൈപ്പിന്റെ കളർ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വരാറുണ്ടാവും, ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. 4 കളർ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ദിസ് സ്ട്രിപ്പ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്. ഏതൊക്കെ കളേഴ്സ് ആണ്? ഫസ്റ്റ് യെല്ലോ കളർ. യെല്ലോ കളർ ഞാൻ പിക്ചർ കാണിക്കാം. കണ്ടോ? പിക്ചർ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ?
Okay. Okay. അയ്യോ പോയാ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ടല്ലോ. ആ ഇതാണ് എന്റെ സംഭവം. ഇതാണ് CGHS കാണുന്നത്. ഓക്കെ, ഈ പിക്ചർ നോക്കിയാൽ നിങ്ങളുടെ ഇതാണ് നമ്മുടെ CGHS കാർഡ് കേട്ടോ. ഇത് ശരിക്കും ബേസിക്കലി ഒരു വൈറ്റ് കാർഡാണ്. പക്ഷെ ഇതിന്റെ സ്ട്രിപ്പിന്റെ കളർ കണ്ടോ? ചിലതിന് ബ്ലൂ ആണ്, ചിലത് റെഡിന് യെല്ലോ ഉണ്ട്, ഗ്രീൻ. 4 കളർ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവരുടെ ഫോട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ അവരുടെ ഒരു ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്ട്രിപ്പിന്റെ കളർ നോക്കി കഴിഞ്ഞാൽ തന്നെ അത് ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും ഒരു സാധനം. ഇനി നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്ക് യെല്ലോ കളർ കേട്ടോ. യെല്ലോ കളർ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി ആണ് കേട്ടോ. ജേർണലിസ്റ്റിനെയാണ് ഏത് കളർ റെപ്രസെന്റ് ചെയ്യുന്നത്? യെല്ലോ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി. അത് സ്വയം ഭരണാധികാരമുള്ള അത്തരം എന്താണ് ഈ പറയുന്ന പ്രസിലൊക്കെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൂ കളർ വന്നിട്ട് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, നിലവില് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിനെയാണ് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി റെഡ് കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് കേട്ടോ. എംപിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഏതാണ് കളർ? റെഡ് കളറാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ കളർ ആണെങ്കിൽ ആരെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പെൻഷനർ, XMP. MP അല്ല, XMP ആണ് കേട്ടോ. അതായത് മുന്നേ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കുന്ന വ്യക്തി. ഓക്കെ, XMP. പിന്നെ റിട്ടയേർഡ് പേഴ്സണൽ, ദെൻ ഫ്രീഡം ഫണ്ട്. ഇത്രയും പേരെയാണ് ഗ്രീൻ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, യെല്ലോ കളർ ആണെങ്കിൽ ജേർണലിസ്റ്റ്, ഓക്കെ, ബ്ലൂ കളർ ആണെങ്കിൽ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി. എന്താണ് സൗണ്ട് ക്ലാരിറ്റി പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ സൗണ്ടിന്? ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്ന് നോക്കൂ കേട്ടോ. ചിലപ്പോ അവർക്ക് നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ നോക്കാം, റെഡ് കളർ വന്നിട്ട് മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആണ്. ഗ്രീൻ കളർ വന്നിട്ട് പെൻഷനർ, XMP, റിട്ടയേർഡ് പേഴ്സണൽ ഓർ എ ഫ്രീഡം ഫണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാൻ വേണ്ടി. അടുത്തത് CGHS cards have a validity until a beneficiary's retirement date. ഇനി ഒരു CGHS കാർഡിന്റെ ഓക്കെ, അപ്പൊ നോക്കാം CGHS കാർഡിന് എത്ര നാള് വരെയാണ് വാലിഡിറ്റി ഉള്ളത്? ഇറ്റ് ഹാവ് എ വാലിഡിറ്റി അണ്ടർ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് ആ ഒരു ബെനിഫിഷ്യറിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് ആ കാർഡിന് എന്തുള്ളൂ ശരിക്കും വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവര് റിട്ടയർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ കാർഡിന്റെ വാലിഡിറ്റി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ അതിന് വേണ്ട കാര്യമാണ് പറയുന്നത്. To extend its validity post validity post retirement, one must make his or her contribution a year before the completion. അപ്പൊ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവരുടെ റിട്ടയർമെന്റ് ഡേറ്റ് അവസാനിക്കുന്നതിന് കൃത്യം 1 വർഷം മുൻപായിട്ട് തന്നെ അവരതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ ഡോക്യുമെന്റുകളും അവര് സബ്മിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് CGS കാർഡിന് വാലിഡിറ്റി റിട്ടയർമെന്റ് ഡേറ്റ് വരെ വാലിഡിറ്റി ഉള്ളൂ.
അപ്പൊ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ആ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇവരുടെ റിട്ടയർമെന്റ് ഡേറ്റിന് കൃത്യം ഒരു വർഷം മുമ്പ്, അത് ശ്രദ്ധിക്കണം, റിട്ടയർമെന്റ് ഡേറ്റിന്റെ ഒരു വർഷം മുമ്പായിട്ട് തന്നെ ആ ഒരു കാർഡിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അവര് എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ അതോടുകൂടി നമ്മുടെ CGHS അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇപ്പൊ CGHS നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു സ്കീമും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അത് വന്നിട്ട് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അഥവാ RSBY ആണ് കേട്ടോ. എന്താണ് RSBY? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന കേട്ടോ. സ്വാസ്ഥ്യ വാക്കാണ്, ഹെൽത്ത് എന്നാണ് അർത്ഥം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്താണ് ഇതിനെപ്പറ്റി പഠിക്കാനുള്ളത് നോക്കി. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY is a health insurance policy introduced on 1st April 2008. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. RSBY എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2008 ഏപ്രിൽ 1-നാണ് RSBY ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രകാരം ESI 1948, CGHS 1954, ഇപ്പൊ പഠിച്ചത് RSBY 2008 ഏപ്രിൽ. ഓക്കെ, ഇനി ആർക്ക് വേണ്ടിയിട്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്റ്ററി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, to provide the health insurance coverage for the below poverty line families, launched specifically for the people who are working in the unorganized sectors of India. അപ്പൊ ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തൊഴിൽ മന്ത്രാലയമാണ് കേട്ടോ. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ്, മിനിസ്റ്ററി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കേട്ടോ. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് ഈ പറയുന്ന ഈ ഒരു സ്കീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ ഒരു സ്കീം പ്രധാനമായിട്ടും ആരെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ദ PPL ഫാമിലീസ് ആൻഡ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികള്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികള് എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകര്, അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് വരുന്നില്ല ബംഗാളികൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിഥി തൊഴിലാളികൾ, അതുപോലെ കൂലിപ്പണിക്കാര്, വഴിയോര കച്ചവടക്കാര്, റിക്ഷാ തൊഴിലാളികള്, പിന്നെ ഈ പറയുന്ന കോൺട്രാക്ട് വർക്കേഴ്സിൽ കൂലിപ്പണിക്കാരാണ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കൂലിപ്പണിക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരാണ് ഈ പറയുന്ന അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കർഷകര്, വഴിയോര കച്ചവടക്കാര്, റിക്ഷാ തൊഴിലാളികള്, അതുപോലെ തന്നെ അതിഥി തൊഴിലാളികള്, പിന്നെ ഈ പറയുന്ന കൂലിപ്പണിക്കാര്, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വളരെ സാധാരണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണ് RSBY എന്ന് പറയുന്നത്. ഓക്കെ, here is the coverage available to the beneficiaries of the രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന കേട്ടോ. ഇനി നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ RSBYയുടെ ബെനിഫിഷ്യറീസിന് എന്തൊക്കെ കവറേജുകളാണ് ലഭിക്കുന്നത് കേട്ടോ, എന്തൊക്കെ പരിരക്ഷകളാണ് അവർക്ക് അതിലൂടെ ലഭിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, a sum insured of 30,000 for a worker in the unorganized sector and their families. ആ സം ഇൻഷുർഡ് ഓഫ് 30,000 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലും അവരുടെ ഫാമിലീസിനും 30,000 രൂപയാണ് RSBY സ്കീം പ്രധാനമന്ത്രി ലഭിക്കുന്നത്. എത്ര രൂപയാണ്? 30,000 ആണ് കേട്ടോ. 30,000 രൂപയാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന എമൗണ്ട് RSBY സ്കീം പ്രകാരം അവർക്ക് കൊടുക്കുന്നത് എത്ര രൂപയാണ്? 30,000 ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കവർ ഫോർ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് ആശുപത്രി ചെലവുകൾക്കുള്ള കവറേജുകള് RSBY അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏരിയ. അതുപോലെ അവർക്ക് ഈ പോളിസിയുടെ ഭാഗമാവുന്നതിന് മുമ്പ് തന്നെ അവർക്കുണ്ടായിരുന്ന അസുഖങ്ങൾ, ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പോളിസിയുടെ ഭാഗമാവുന്നതിന് മുമ്പേ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അസുഖങ്ങൾക്കുള്ള കവറേജും RSBY ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000. അതായത് 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾ ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു രോഗിക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസിൽ അവരെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് വന്നു.
അപ്പൊ 1000 രൂപ വരെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കിട്ടും. 1000 രൂപ വരെ കിട്ടുള്ളൂ കേട്ടോ. 1000 രൂപയുടെ അപ്പുറത്തേക്ക് ചെലവ് അല്ലെങ്കിൽ 1000 രൂപ വരെ RSPയിൽ കിട്ടും. ബാക്കി എക്സ്ട്രാ വരുന്നതിന് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷെ 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾ ആർക്ക് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന കവറേജ് ഈ പറയുന്ന RSP സ്കീം പ്രകാരം ലഭിക്കുന്നുണ്ട് കേട്ടോ. 1000 രൂപ അവര് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ഏകദേശം അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു പോയിട്ടുള്ള ഹോസ്പിറ്റൽ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, വലിയ ദൂരം വരില്ലല്ലോ. അതേസമയം കൂടുതൽ ദൂരത്തേക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിലോമീറ്ററിനനുസരിച്ച് നല്ല പൈസ വരും. പക്ഷെ 1000 രൂപ വരെ അവർക്ക് കിട്ടുന്നുണ്ട്. ബാക്കി വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട്. പിന്നെ വരുന്നത് അഞ്ചാമത്തെയാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് കേട്ടോ. എന്താണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ്? ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകള് സെറ്റിൽ ചെയ്യാണ്. അതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ രോഗിക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് പേഷ്യന്റിന് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് ചെലവാക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇവരുടെ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകളൊക്കെ എന്ത് ചെയ്യാണ്? കൈകാര്യം ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് അങ്ങനെയുള്ളൊരു ഇതാണ് കവറേജ് ആണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. 30 പെർ ആനുവം, അതായത് പ്രതിവർഷം 30 രൂപയാണ് അതിന്റെ പ്രീമിയം ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. പ്രതിവർഷം 30 രൂപ എന്ന് പറഞ്ഞാൽ വെറും പ്രതിവർഷമാണ് കേട്ടോ, മാസമല്ല പറയുന്നത്. അതായത് ഒരു വർഷം വെറും 30 രൂപ പ്രീമിയം തുകയില് അവർക്ക് RSPയുടെ ഭാഗമാവാനായിട്ട് സാധിക്കും. വലിയ പ്രീമിയം കൊടുക്കാൻ അവർക്ക് കഴിയില്ലല്ലോ, പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് വെറും 30 രൂപ പ്രീമിയം തുകയില് അവർക്ക് RSPY സ്കീമിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയറായോ പറഞ്ഞ കാര്യങ്ങള്? ഇത്രയും ആനുകൂല്യങ്ങളാണ് RSPY പ്രകാരം BPL ഫാമിലീസിനും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള വർക്കേഴ്സിനും ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ 3 സ്കീമുകളും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 3 സ്കീമുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ESI പഠിച്ചോ, CGHS പറഞ്ഞു, then RSPY പറഞ്ഞു. അപ്പൊ അതിന്റെ വർഷമൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ESIയുടെ 1948, CGHSന്റെ 1954 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ RSPY 2008 April 1. പിന്നെ ESI വന്നിട്ട് ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട്, CGHS വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷൻസിനും ആയിട്ടുള്ള ഒരു സ്കീമാണ്. RSPY വന്നിട്ടാണെങ്കിലോ BPL ഫാമിലീസിനും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള എംപ്ലോയീസിനും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓരോന്നിനും കിട്ടുന്ന കവറേജുകളൊക്കെ നോക്കാം. RSPYയിൽ 30,000 രൂപ വരെയാണ് അവർക്ക് കവറേജ് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ അവർ ആ പോളിസിയുടെ ഭാഗമാകുന്നതിന് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്. 1000 രൂപ കേട്ടോ. 1000 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾ ലഭിക്കുന്നുണ്ട്. ഇതൊരു ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പേഷ്യന്റിന് സ്വന്തം കയ്യിൽ പൈസ എടുത്ത് ചെലവാക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പ്രതിവർഷം 30 രൂപയാണ് പ്രീമിയമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിവർഷമാണ് കേട്ടോ. ഒരു വർഷത്തേക്ക് വെറും 30 രൂപ പ്രീമിയത്തില് അവർക്ക് RSPയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസ് ഫോർ ദ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കേട്ടോ. ഇനി കുറച്ച് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് എക്സാമ്പിളുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നമുക്ക് സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ. ഒപ്റ്റിമ പ്ലാൻ ഏത് കമ്പനിയുടെ? സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ. അതുപോലെ ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, പിന്നെ റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, ഭാരതി എയ്ഡ്സിന്റെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അഥവാ നമ്മൾ ചുരുക്കി അതിനെ സൂചിപ്പിക്കുന്നത് TPA എന്നാണ് കേട്ടോ. അപ്പൊ TPA എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഫുൾ ഫോമുകൾ അതിനകത്ത് കാണും. പക്ഷെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ TPAയുടെ ഫുൾ ഫോം എന്താണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ TPAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അപ്പൊ എന്താണ് ഈ TPA എന്ന് പറഞ്ഞിരുന്നത്? ആദ്യം നമുക്ക് അത് വായിക്കുന്നതിനേക്കാൾ മുമ്പ് കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം.
TPA എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ നമുക്കൊരു കമ്പനി എന്ന് പറയാം. അവരെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. കിട്ടിയോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാണ്? ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിലോ ഒരു എന്താ പറയുക കമ്പനി, അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരാളെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത്, അതൊരു ഏജൻസിയാണ്, അതിന്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആർക്കിടയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഒരു പേഷ്യന്റിനും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിനും പിന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ അവർക്കിടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട്, ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്കറിയാം ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കും അതുപോലെ ഹോസ്പിറ്റലിനും പ്ലസ് പേഷ്യന്റിനും ഇവര് ഈ പറയുന്ന 3 പേർക്കും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട്, ഒരു ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നമ്മുടെ IRDA ഉണ്ടല്ലോ, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അതായത് IRDAയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ് എന്ത്? TPA എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെയാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് വായിക്കാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ TPA is a company or agency or organization that holds a license from the Insurance Regulatory Development Authority അഥവാ IRDA. എന്നുവെച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം, ആദ്യം എന്റെ ഫുൾ ഫോം പഠിക്കാം, പിന്നെ IRDAയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് അവരുടെ പർപ്പസ് നോക്കി? ടു പ്രോസസ് ക്ലെയിംസ്, അല്ലെ? നമ്മൾ പറഞ്ഞു ക്ലെയിം പ്രോസസ്സുകളൊക്കെ പ്രോസസ് ചെയ്യാം. In addition to providing cashless facilities as an outsourcing entity of a health insurance company, the health insurance company represent ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഫെസിലിറ്റികൾ കൊടുക്കുകയും അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആൻഡ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഷുറൻസ് കമ്പനീസ്, അതായത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകളെ പേഷ്യൻസിനായിട്ട് തെരഞ്ഞെടുക്കുന്നതും ആദ്യം തന്നെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തൊക്കെ പോയിന്റ് നമ്മൾ പഠിച്ചത്? TPAയുടെ ഫുൾ ഫോം പഠിച്ചു അല്ലെ? IRDA ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പ്രോസസ് ക്ലെയിംസ് അല്ലെ, ക്ലെയിം പ്രോസസ്സുകൾ നടത്തുന്നു. അതുപോലെ തന്നെ പ്രൊവൈഡ് ക്യാഷ്ലെസ് ഫെസിലിറ്റീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അവർ സെലക്ട് ചെയ്ത ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകളുടെ തിരഞ്ഞെടുക്കും. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതാണ്. TPA's function as an intermediary between the insurance provider. Insurance provider എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ, ആൻഡ് ദ ഇൻഷുർഡ്. ഒരാളെയും കൂടെ വിട്ടുപോയി, പേഷ്യന്റും കൂടി കേട്ടോ. അപ്പോ the stakeholders involved are as follows. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനിക്കും ഹോസ്പിറ്റലിനും പേഷ്യന്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ആദ്യം പ്രവർത്തിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്, സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഈ പാർട്ട്നേഴ്സിൽ ആരൊക്കെ വരുന്നുണ്ട്? ഇൻഷുറൻസ് കമ്പനി. അവിടെ ഇൻഷുറൻസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇൻഷുറൻസ് കമ്പനിയിൽ എഴുതി ചേർക്കാം കേട്ടോ. ഓക്കെ, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റല്. പിന്നെ പോളിസി ഹോൾഡർ, പോളിസി ഹോൾഡർ ആരാണ്? പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ പേഷ്യന്റിനും ഇൻഷുറൻസ് കമ്പനിക്കും ഹോസ്പിറ്റലിനും ഇടയിൽ ഒരു കണക്റ്റീവ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന IRDA ലൈസൻസ് ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി നോക്കാം കേട്ടോ. Who all are there in a TPA and what do they do?
ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു കമ്പനിയാണ് അല്ലെങ്കിൽ ഇതൊരു ഏജൻസിയാണ് ഒരു ഓർഗനൈസേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇതിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ് ഈ TPA എന്ന് പറയുന്ന ആ ഒരു ടീമിനകത്ത് ഏതൊക്കെ മെമ്പേഴ്സുകളാണ് ഉള്ളത്, എന്താണ് അവരുടെ ചെയ്യുന്നത്, അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. According to the regulations of IRDA, TPA should have maintained their own ആരൊക്കെയാണ് നോക്കുക കേട്ടോ, ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. Their own in-house medical doctor. ഒന്നാമത്തെ ആളാരാണ്? മെഡിക്കൽ ഡോക്ടർ. അതായത് TPA മാത്രമായിട്ട് ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹീസ് രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ മാനേജേഴ്സ്, വിവിധ ഹോസ്പിറ്റലുകളുടെ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ലീഗൽ എക്സ്പെർട്ടുകൾ ഉണ്ടായിരിക്കും. ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഈ പറയുന്ന ഓരോ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കൺസൾട്ടൻസുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽ IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അതായത് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസും ഇതിനകത്ത് അംഗങ്ങളാണ്. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ ഡോക്ടർ, ഓർത്ത് വെക്കാട്ടോ, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പെർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇത്രയും ആളുകൾ അടങ്ങുന്നതാണ് ഒരു TPA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ നമുക്ക് അപ്പൊ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് കിട്ടി. ഇനി വാട്ട് ഡു ദേ ഡു, എന്താണ് അവർ ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് അല്ലെ. ഓക്കെ, ദ ടീം ഓഫ് ദീസ് പ്രൊഫഷണൽസ് ലിസോൺ വിത്ത് ദ കസ്റ്റമേഴ്സ് ഫോർ streamlining the claim process and streamlining the claim process. അതായത് ഈ പറയുന്ന പ്രൊഫഷണൽസുകളുടെ ഈ ഒരു ടീം കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ലിസോൺ എന്ന് വെച്ചാൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. കസ്റ്റമേഴ്സുമായിട്ട് അവർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിനും കമ്പനിക്കും പേഷ്യൻസിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവര് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ ഫാൾസ് ക്ലെയിംസ്, അതായത് തെറ്റായ ക്ലെയിമുകൾ, അതൊന്നും നോട്ട് ചെയ്യാം കേട്ടോ, തെറ്റായ ക്ലെയിമുകൾ ഒന്നും തന്നെ എന്താണ് നടത്തുന്നില്ല എന്നും. ആൻഡ് ആൾസോ ലിമിറ്റ് ദ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, ദസ് എൻഹാൻസിങ് ക്വാളിറ്റി ഓഫ് സർവീസസ് വിച്ച് ഇവൻച്വലി ലീഡ്സ് ടു ദ ലോവർ ഇൻഷുറൻസ് പ്രീമിയം. അതായത് നമ്മുടെ TPAയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താന്ന് പറയുക, അവർ എന്താണ് അവിടെ ചെയ്യുന്നത് അറിയാമോ? അതായത് തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊന്നും ആളുകൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനും അതിലൂടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സേവനങ്ങൾ കൊടുക്കാനും ആത്യന്തികമായിട്ട് അതിൽ ലോവർ പ്രീമിയം തുകയിലോട്ട് നയിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് TPA. അതെന്താണ് അവിടെ പറഞ്ഞത്? അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലെയിംസ്, തെറ്റായ ക്ലെയിമുകൾ. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയുമോ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, തൊട്ടേനും പിടിക്കണേനും മുഴുവൻ എന്ത് ചെയ്യും, ഈ ഇൻഷുറൻസ് പോയി ക്ലെയിം ചെയ്യും. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവർക്ക് നിസ്സാര ഒരു അസുഖം വന്നാല് അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ തുക ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, തെറ്റായ രീതിയിൽ ക്ലെയിം ഉപയോഗപ്പെടുത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റായ ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അത് ചെയ്യണം. പിന്നെന്താണ്, ലിമിറ്റ് ദ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, അതിലൂടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, തൊട്ടേരി പിടിച്ചതിന് മുഴുവൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കണേക്കാളും നല്ലത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ നമുക്ക് ഒഴിവാക്കാനും പരിമിതപ്പെടുത്താനും. പിന്നെന്താണ്, ദസ് എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല ക്വാളിറ്റി സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഇങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേസമയം ആവശ്യത്തിന് മാത്രം നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ, കൃത്യമായിട്ടുള്ള ഒരു കാര്യകാരണങ്ങൾക്ക് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സേവനം കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, which eventually leads to the lower insurance premium. അതൊരു ചെറിയ ഇൻഷുറൻസ് പ്രീമിയം തുകയിലോട്ട് നയിക്കും അല്ലെ. അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. വലിയ പ്രീമിയം തുകയൊക്കെ വരുമ്പോൾ നമുക്ക് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇങ്ങനെയുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്യാണെങ്കിൽ, തെറ്റായ ക്ലെയിമുകൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീമിയം തുക നമുക്ക് മാക്സിമം കുറച്ച് ഒരു കുറഞ്ഞ പ്രീമിയം തുകയിൽ നമുക്ക് ആ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആര് ലക്ഷ്യമിടുന്നത്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലക്ഷ്യമിടുന്നത്.
ഓക്കെ, അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരു എന്താ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. അവർക്ക് ഈ പറയുന്ന പോലെ പല റിസ്കുകളെ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞു അല്ലെ. ഒരു വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചില അസുഖങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്ര അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആണ് കേട്ടോ. അതിനുള്ള ആൻസർ ആണ് ഈ പറഞ്ഞത്. തെറ്റായ ക്ലെയിമുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അൺവാണ്ടഡ് ട്രീറ്റ്മെന്റിനെ പരിമിതപ്പെടുത്താനും അതിലൂടെ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാനും ലോവർ പ്രീമിയം തുകയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ശരിക്കും വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത് കേട്ടോ. ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്സെപ്റ്റ്സ് ഫീസ് ഫ്രം ദ ഇൻഷുറൻസ് പ്രൊവൈഡർ which is the percentage of the premium and is normally 5.5% of the premium amount. 5.5% എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർക്ക് എന്ത് വേണം? ഫീസ് കിട്ടണം അല്ലെ. ആ ഫീസ് അവർക്ക് ആരാ കൊടുക്കുന്നത്? കമ്പനിയാണ് കൊടുക്കുന്നത്. കാരണം കമ്പനീനെ റെപ്രസെന്റ് ചെയ്താണല്ലോ അവർ പ്രവർത്തിക്കുന്നത്. ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് ആ ഒരു ഫീസ് അവർക്ക് കൊടുക്കുന്നത്. ഇനി അവരുടെ ഫീസ് എങ്ങനെയാണെന്ന് പറയുന്നത് വിച്ച് ഈസ് എ പെർസെന്റേജ് ഓഫ് ദ പ്രീമിയം. ഇൻഷുറൻസ് കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രീമിയത്തിന്റെ ഒരു 5.5% TPAക്ക് ഫീസ് ആയിട്ട് കൊടുക്കുന്നത്. 5.5% എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാം. മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുന്ന പ്രീമിയത്തിന്റെ 5.5% ഫീസ് ആയിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പല പല കമ്പനിയിലും പല പല ഒരുപാട് പ്രീമിയംസ് കിട്ടുമല്ലോ. അതിലേക്ക് ഒരു 5.5% വെച്ചിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? TPAക്ക് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? അത് വേറെ ഒന്നുമില്ല, നമ്മളിപ്പോ ഇവിടെ പഠിച്ച അതേ റോളില്ലേ, ആ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കുക, the role of TPA in health insurance can be understood by the following points. 5 പോയിന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 5 പോയിന്റ്? ഒന്ന്, കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. സെക്കൻഡ് പോയിന്റ്, റെക്കോർഡ് മെയിൻ്റനൻസ്. തേർഡ് പോയിന്റ്, ക്ലെയിം സെറ്റിൽമെന്റ്. ഫോർത്ത് വൺ, ഫുൾ ടൈം സപ്പോർട്ട്. ഫിഫ്ത് വൺ, അഡീഷണൽ സർവീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 5 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ റോൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഒന്നാമത്തത് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്ക് അതായത് പേഷ്യന്റിനും പ്ലസ് നമ്മുടെ ഹോസ്പിറ്റലിനും ഇടയിൽ ഒരു കണക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. നോക്കാം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദ പോളിസി ഹോൾഡർ മീറ്റ്സ് ദ TPA ഇൻ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസസ്. The TPA provides the policy holder with a unique identification number and ID card which helps in claim settlement. അപ്പോ മിക്കവാറും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മിക്കവാറും എല്ലാ പോളിസി ഹോൾഡർമാരും, അതായത് പേഷ്യൻസ് ആണല്ലോ പോളിസി ഹോൾഡേഴ്സ്, അവര് ഈ പറയുന്ന കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി TPA ആയിട്ടാണ് അവർ കൂടുതലും എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ് TPA എന്ത് ചെയ്യും? പോളിസി ഹോൾഡർക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ ID കാർഡ് കൊടുക്കും. അത് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും? പേഷ്യൻസിനായിട്ട് പോളിസി ഹോൾഡർക്കായിട്ട് ID കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ID കാർഡ് ഉപയോഗിച്ചിട്ടാണ് പോളിസി ഹോൾഡേഴ്സ് അവരുടെ ക്ലെയിമും മറ്റുമൊക്കെ സെറ്റിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് റെക്കോർഡ് മെയിൻ്റനൻസ് ആണ് കേട്ടോ. അതാണ് റെക്കോർഡ് മെയിൻ്റനൻസ്. എന്താണ് പറയുന്നത്? TPA aids in maintaining necessary records related to the policy holders when they are admitted as patients. അതായത് ഈ പോളിസി ഹോൾഡേഴ്സ് പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലെയിം സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നെസസറി റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
മനസ്സിലായ ഒരു ഏജൻസിയാണ്. ഏജൻസി പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പൊ ഈ പറയുന്ന പോളിസി ഹോൾഡർ പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ആ ക്ലെയിം സെറ്റിൽമെന്റിനായിട്ടുള്ള എല്ലാവിധ റെക്കോർഡുകളും ഡോക്യുമെന്റ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, കാരണം അവരുടെ റെക്കോർഡ് മെയിൻ്റനൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെ സഹായിക്കുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ക്ലെയിം സെറ്റിൽമെന്റ്. നമ്മൾ പഠിച്ചല്ലോ, അതായത് ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് guarantees smooth coordination between the hospital and the insurance company in the course of a cashless claim settlement. In such cases, TPA offers back-end support. അതായത് നമുക്കറിയാം ഇത് ക്യാഷ്ലെസ് ഫെസിലിറ്റീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യന്റിന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാര്യം കമ്പനി നേരിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ സെറ്റിൽമെന്റ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളില് ഈ പറയുന്ന ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനിക്കും ഇടയിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ അവരവരുടെ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. പോയിന്റ് ഇത്രയേ ഉള്ളൂ ക്ലെയിം സെറ്റിൽമെന്റ് കേട്ടോ. നാലാമത്തത് ഫുൾ ടൈം സപ്പോർട്ട് ആണ്. ഫുൾ ടൈം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ഓഫ് ദ TPAs have a 24/7 customer support system in which the policy holders can raise their enquiries and get feedback. അപ്പൊ മിക്കവാറും എല്ലാ TPAs ഒരു 24/7 കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം ഈ പറയുന്ന പോളിസി ഹോൾഡർക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വിളിക്കാം, അവരുടെ ഫീഡ്ബാക്കുകൾ അവർക്ക് അറിയിക്കാം, അവർക്ക് അതുപോലെ തന്നെ എല്ലാവിധ എൻക്വയറീസും അവർക്ക് റേസ് ചെയ്യാനുള്ള ഒരു 24/7 കസ്റ്റമർ സർവീസ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് ഫുൾ ടൈം സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ഫുൾ ടൈം സപ്പോർട്ട് സിസ്റ്റം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് അഡീഷണൽ സർവീസസ് ആണ്. അഡീഷണൽ സർവീസസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി TPA ആൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ് such as ആംബുലൻസസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു ദ പോളിസി ഹോൾഡേഴ്സ്. പിന്നെ മിക്കവാറും എല്ലാ TPAസും അഡീഷണൽ സേവനങ്ങൾ കൊടുക്കുന്നത് ലൈക്ക് ആംബുലൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ്, അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ചില സേവനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഏജൻസിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 5 കാര്യങ്ങളാണ്, 5 റോളുകളാണ് പഠിച്ചത്. കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ, റെക്കോർഡ് മെയിൻ്റനൻസ്, ക്ലെയിം സെറ്റിൽമെന്റ്, ഫുൾ ടൈം സപ്പോർട്ട്, അഡീഷണൽ സർവീസസ് ലൈക്ക് ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള അഡീഷണൽ സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ എക്സാമ്പിൾസ്. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് തേർഡ് പാർട്ടി TPAയുടെ എക്സാമ്പിളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ വരെയൊക്കെ TPA അതിന്റെ ബാക്കിൽ TPA എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ തെറ്റില്ല. യുണൈറ്റഡ് ഹെൽത്ത് കെയർ വരെ TPA, അതുപോലെ മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA, MD ഇന്ത്യൻ ഹെൽത്ത് കെയർ TPA, പാരമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, E-Meditech TPA, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, and Medicare TPA Services Private Limited. Okay. Okay, ആണല്ലോ. ഒന്ന് വായിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രോസസിംഗ് എ ക്ലെയിം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് കേട്ടോ. അപ്പൊ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളൊരു ക്ലെയിം പ്രോസസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, അതിൽ വരുന്ന വിവിധ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഓൺ ഒക്കറിംഗ് an unfortunate event, the incident must be informed to your insurance provider. This process is known as raising a claim. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? raising a claim ആണ്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റേസിംഗ് എ ക്ലെയിം. ഒരു ക്ലെയിം നമ്മൾ ഉന്നയിക്കാം അല്ലെ, അതാണ് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓൺ ഒക്കറിങ് ആൻഡ് അൺഫോർച്ചുനേറ്റ് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ്, ഒരു ഇഞ്ചുറി സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരകമായിട്ട് ഒരു അസുഖം വന്നു, അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പോളിസി ഹോൾഡർ എന്ത് ചെയ്യണം? ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ കമ്പനിയോട് അറിയിക്കണം അല്ലെ. ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോംഡ് ടു യുവർ ഇൻഷുറൻസ് പ്രൊവൈഡറിനോട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻഫോം ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റേസിംഗ് എ ക്ലെയിം. ഒരു ക്ലെയിം നമ്മൾ ഉന്നയിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലെയിം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറ്റിയ അപകടത്തെ പറ്റി നമ്മൾ ഉടനടി ആദ്യം അറിയിക്കുകയാണ്, നമ്മുടെ കമ്പനിയോട് അറിയിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ആക്സിഡന്റ്, ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നുള്ള വിവരം നമ്മൾ അവരെ അറിയിക്കും. ദാറ്റ് ഇസ് കോൾഡ് റേസിംഗ് എ ക്ലെയിം. ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. രണ്ടാമത്തത് ഫയലിംഗ് എ ക്ലെയിം. രണ്ടാമത്തെ പ്രോസസ് എന്താണ്? ഫയലിംഗ് എ ക്ലെയിം. നമ്മൾ ആ ക്ലെയിം എന്ത് ചെയ്യാണ്? ഫയൽ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഫയലിംഗ് എ ക്ലെയിം ഇൻവോൾവ്സ് ദ filling of the claim forms on the insurer's website or branch office. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻഷുററിന്റെ, ദാറ്റ് മീൻസ് നമ്മൾ ഒന്നില്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് നമ്മൾ ആ ക്ലെയിം എന്ത് ചെയ്യാണ്? ഫോർമൽ ആയിട്ട് ഫയൽ ചെയ്യാണ്. ഓക്കെ, ഫോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? ഫയൽ ചെയ്യാണ് കേട്ടോ. അതാണ് ഫയലിംഗ് എ ക്ലെയിം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ കമ്പനി വെബ്സൈറ്റിൽ പോയി ഫയൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസ് അവിടെ നേരിട്ട് പോയിട്ട് നമുക്ക് ആ ക്ലെയിം എന്ത് ചെയ്യാവുന്നതാണ്? ഫയൽ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫയലിംഗ് എ ക്ലെയിം. ഇനി മൂന്നാമത് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം മസ്റ്റ് ആൾസോ ബി സബ്മിറ്റഡ്. നമ്മൾ ആ ക്ലെയിം ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ലെയിമിന്റെ ഓതന്റിസിറ്റി അല്ലെ, അതിന്റെ ജെനുവിനിറ്റി, അതിന്റെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളും നമ്മൾ അതിനോടൊപ്പം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു, വെറുതെ അവിടെ പോയി ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് കൊടുക്കണം അല്ലെ, കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുക്കണം, അല്ലാണ്ട് കമ്പനിക്ക് മനസ്സിലാവും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഓതന്റിസിറ്റി, എന്താണ് സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് അടക്കം അതിന്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഡോക്യുമെന്റ്സുകൾ എവിടെ സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? Then the insurance provider reviews the claim, evaluating its validity. ഇനി അടുത്തത് കമ്പനിക്കാണ് റോൾ വരുന്നത് അല്ലെ. കമ്പനി എന്ത് ചെയ്യും? ഈ പറയുന്ന ക്ലെയിം ഒക്കെ അവർ റിവ്യൂ ചെയ്യും. എന്നിട്ടോ ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി, അതിന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അവരൊന്ന് അസസ് ചെയ്യില്ല, അവരൊന്ന് ഇവാലുവേറ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം if it fulfills the terms and conditions stated in your policy, the insurer approves the claim. ഇനി നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ വാലിഡിറ്റി പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പോളിസി പ്രകാരമുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? ആ ക്ലെയിം അവര് അപ്രൂവ് ചെയ്യും. ക്ലെയിം അവര് അനുവദിച്ചു കൊടുക്കും. കാര്യം ഇയാളെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ റിവ്യൂ ചെയ്ത് നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ, അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഫുൾഫിൽ ആണെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യും? ആ ക്ലെയിം അപ്രൂവ് ചെയ്യും. ഇൻഷുറർ എന്ത് ചെയ്യും? ആ ക്ലെയിം അവര് അപ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി വൺസ് അപ്രൂവ്ഡ്, ഒരു തവണ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദ ബെനിഫിറ്റ്സ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി ഡോക്യുമെന്റ്. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ, അത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ്, ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട് അല്ല. ഇപ്പൊ നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ നോമിനിക്ക് അല്ലെ, നമ്മുടെ ബെനിഫിഷ്യറിക്ക് എന്ത് ലഭിക്കും? അതിന്റെ ആ ഒരു പേ ഔട്ട് അല്ലെ, അതിന്റെ ഒരു തുക അവർക്ക് ലഭിക്കും. അപ്പൊ എന്താണ് പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേ ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാണ്ട് നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എ പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി given to a policy holder when a claim is accepted. കേട്ടോ, അതായത് ഒരു ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണി, ആ സം ഓഫ് മണി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഡാഷ് ഈസ് എ സം ഓഫ് മണി given to a policy holder when a claim is accepted. എന്താണ്? പേ ഔട്ട് ആണ് കേട്ടോ. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എമൗണ്ട് ഓഫ് മണി, സം ഓഫ് മണി. ആ ക്ലെയിം അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പോളിസി ഹോൾഡർക്ക്
കൊടുക്കുന്ന നിശ്ചിത തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കി. The insurer might be ready to provide an upfront lump sum amount, or it might stagger the payout as a regular payments depending on the terms of your policy. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് പേ ഔട്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലെ, ആ എമൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ പേ ഔട്ട് ചെയ്യാനായിട്ട് പേ ഔട്ട് രണ്ട് രീതിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. രണ്ട് രീതി എന്ന് പറഞ്ഞാല് ഒന്നുകിൽ കമ്പനിക്ക് അതൊരു ലംസം എമൗണ്ട് ആയിട്ട്, ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ തവണയായിട്ട് ആ ഫുൾ എമൗണ്ട് വേണമെങ്കിൽ പോളിസി കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ ആണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ആ 1 ലക്ഷം രൂപ മൊത്തമായിട്ട് തന്നെ പോളിസി കൊടുക്കും, ഒറ്റയടിക്ക് ആ ലംസം എമൗണ്ട് 1 lakh അവർക്ക് അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ഈ 1 lakh എന്നുള്ളത് റെഗുലർ പേയ്മെന്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഒരു 20,000 രൂപ വെച്ച് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. അത് എന്തിനനുസരിച്ചിരിക്കും, ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടേംസ് ഓഫ് യുവർ പോളിസി. അത് ആ പോളിസിയുടെ ടേംസിനനുസരിച്ച് കൊണ്ടാണ് ആ പേ ഔട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു പോളിസിക്കകത്ത് ലംസം എമൗണ്ട് ആയിട്ട് എമൗണ്ട് കൊടുക്കണം എന്നാണ് പോളിസിയിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കും. ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് അവർ കൊടുക്കും. അതേസമയം പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ റെഗുലർ പേയ്മെന്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നതിന്റെ എന്ത് ചെയ്യും, ആ പേ ഔട്ട് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് പോളിസി ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ കേട്ടോ. അടുത്തത് എന്താണ്, ടൈം ഇൻഷുറൻസ്. അത്രയേ ഉള്ളൂ, അത്രയാണ് ക്ലെയിം പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കാം, ഫസ്റ്റ് എന്താണ് റേസിംഗ് എ ക്ലെയിം, രണ്ടാമത്തത് ഫയലിംഗ് എ ക്ലെയിം, മൂന്നാമത്തത് സബ്മിറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ഇതിന് വേണ്ടിയിട്ടാണ് ടു എൻഷുർ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം എൻഷുർ ചെയ്യാനായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു. ദെൻ ഇൻഷുറൻസ് കമ്പനി റിവ്യൂ ദ ആ ഒരു ക്ലെയിം റിവ്യൂ ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റ്സ് ഇറ്റ്സ് വാലിഡിറ്റി അല്ലെ. Once its validity is cleared, then എന്താണ് കമ്പനി എന്ത് ചെയ്യുന്നു, അവർക്ക് ആ ഒരു ഇൻഷുറൻസ് ആ ഒരു തുക അവർക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ എമൗണ്ട് കൊടുക്കാൻ പേ ഔട്ട് ചെയ്യാം അല്ലെ. പേ ഔട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ലംസം എമൗണ്ട് ആയിട്ട് പേ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നോക്കണ്ടോ, the time insurers take to confirm and pay the insured sum differ on a case-to-case basis. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ക്ലെയിം പ്രോസസ് ചെയ്തു, നമുക്കൊരു ക്ലെയിം വെച്ചു, നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചു. ഇനി നമുക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമുക്ക് ആ പേയ്മെന്റ് ലഭിക്കണം അല്ലെ. ആ പേയ്മെന്റ് ലഭിക്കുന്നതിനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് ഓരോ കേസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ കേസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. എത്ര വേഗത്തിൽ കിട്ടുമോ അതോ പതുക്കെ കിട്ടുമോ എന്നുള്ളത് അത് ഓരോ കേസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ക്ലെയിം സെറ്റിൽമെന്റ് ടേക്സ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ. എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ഓർഡറിലാണെങ്കിൽ, അതായത് എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലെയിം സെറ്റിൽമെന്റിന് അധികം ദിവസം പിടിക്കില്ല. ഓൺലി എ ഫ്യൂ ഡേയ്സ്, അതായത് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ആ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അത്ര കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലെയിം സെറ്റിൽമെന്റിന് ഒരുപാട് സമയം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞ ഓരോ കേസിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നോക്കാം, ടു മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലെയിംസ് ആർ ഡിസ്പേഴ്സ്ഡ് വിത്തൗട്ട് ഡിലേ ഇൻ കേസ് ഓഫ് നെസസിറ്റി യു മസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഇൻഷുറൻസ് ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് കസ്റ്റമർ സർവീസ് റെക്കോർഡ് ബിഫോർ ബൈങ് ഇൻഷുറൻസ്. അത് പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. അതായത് നമുക്കിപ്പോ ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അധികം താമസിക്കാതെ, അധികം എന്താണ് സമയം നഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് നമ്മുടെ ക്ലെയിം നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പനിയുടെ വിശ്വാസ്യത ആദ്യം പരിശോധിക്കണം. അതായത് ഓടിപ്പോയി നമ്മൾ പോളിസി എടുക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻഷുറൻസ് കമ്പനികളുടെ ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ്, അവരുടെ ആ ഒരു വിശ്വാസ്യത നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് റെക്കോർഡ് ബിഫോർ ബൈ ഇൻഷുറൻസ്. ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു കമ്പനിയുടെ കസ്റ്റമർ സർവീസ് റെക്കോർഡുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈനായിട്ട് അതിന്റെ എന്തെങ്കിലും ഡ്രസ്സോ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഓടിപ്പോയി എന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ കുറെ സൈറ്റുകളൊക്കെ നോക്കും, ഏറ്റവും നല്ലത് നമ്മൾ നോക്കും. അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് അവസാനം വാങ്ങുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഇത്. നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് നല്ല കമ്പനിയുടെ പോളിസി നമ്മൾ എടുക്കണം.
ഓക്കെ, നല്ല കമ്പനിയുടെ പോളിസി എടുക്കുക. അതുപോലെ ആ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ കസ്റ്റമർ റിവ്യൂസ് ഒക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കണം, നല്ലതായിരിക്കും. ഏകദേശം അതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ അധികം താമസിയാതെ നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത്, nevertheless if it is necessary that you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. അതുപോലെ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഹാബിറ്റിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ ശൈലികളെ പറ്റിയിട്ടൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മൾ ആരുടെ അടുത്ത് പറയണം, കമ്പനിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് the insurer can reject the claims on your policy if you conceal or mistake any fact. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൺസീൽ ചെയ്തുകൊണ്ട് ഒളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വിവരങ്ങൾ അവരോട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്ലെയിം റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് കാര്യം നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്, നമുക്ക് സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറയണം അവരോട്. നമ്മുടെ ഹെൽത്ത് ഹാബിറ്റുകൾ ഇന്നതൊക്കെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണുള്ളത്, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് ജെനുവിനായിട്ട് കമ്പനിയുടെ അടുത്ത് റിവീൽ ചെയ്തിരിക്കുകയാണ്. കാര്യം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും കൺസീൽ ചെയ്ത് പറയോ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ഒരു ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒബ്ജക്ഷൻ വരാതിരിക്കാനായിട്ട് ഇതെല്ലാം തന്നെ ട്രാൻസ്പാരന്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. അതും നമ്മുടെ യൂസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ ക്ലെയിം പ്രോസസ് കേട്ടോ. ഓക്കെയാണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് കുറച്ചൊരു ഭാഗം കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ കഴിയും. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. മിസ്സേ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് പറയാമോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു ഓർഗനൈസേഷൻ ആണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, TPA എന്ന് പറയുന്നത് കേട്ടോ. TPA എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഒരു കമ്പനിയുടെ ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേട്ടോ. ഓക്കെ, IRDAയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് കേട്ടോ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കരുത്, അതൊരു കമ്പനിയാണ് കേട്ടോ. ഒരു കമ്പനിയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, IRDA എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണ്ടേ ഫുൾ ഫോമുകളൊക്കെ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ, തുടക്കം തന്നെ നമ്മൾ പഠിച്ചില്ലേ. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ, IRDA. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് കേട്ടോ. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്ലാനുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പ്ലാനുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല മിസ്. അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, Miss.